ഹലോ എവ്രി വൺ, വെൽക്കം ടു കഡ്ലി കപ്സി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പോട്ടിഫൈ കാർഡ്സാണ്. അതിനുവേണ്ടി ഞാൻ ഒരു റെക്റ്റാങ്കിൾ ടൈപ്പുള്ള 2 കാർഡ് വെട്ടിയെടുത്ത് ഒരെണ്ണം പെയിൻറ്റ് ചെയ്തിട്ട് ഹാർട്ട് ഷേപ്പ് കൊടുക്കാനാണ്. അപ്പോൾ അതിന് 4 സൈഡും ഞാനൊരു മാസ്കിംഗ് ടേപ്പ് വെച്ച് ഒട്ടിച്ച് ബ്ലാക്ക് കളറ് ഇതേപോലെ പെയിൻറ്റ് ചെയ്തെടുത്തു. അത് ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പയ്യെ ആ ടേപ്പൊക്കെ ഊരിക്കളഞ്ഞു. രണ്ടാമത്തേൽ ഞാൻ ആദ്യം സ്ക്വയർ വരച്ചു. ജസ്റ്റ് വൈറ്റ് ഹാർട്ട് തന്നെയാണ് ഞാൻ അതിൽ ഔട്ട്ലൈൻ കൊടുക്കുന്നത്. അപ്പോൾ രണ്ടെണ്ണത്തിലും ഞാൻ ഹാർട്ട് ഷേപ്പ് കൊടുത്ത് ഒരെണ്ണത്തിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് പോലെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണ് കൊടുത്തത്. എന്നിട്ട് അതിന് ഞാൻ ചെറിയ പിന്ന് വെച്ചിട്ട് ഹോൾസ് ഇട്ട് കൊടുത്തു, ചെറിയ ചെറിയ ഡിസ്റ്റൻസിൽ. ഇനി അതിലൊക്കെ നമുക്ക് ത്രെഡ് കോർക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ രണ്ടെണ്ണത്തിലും ഹോൾസ് ഇട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഒരെണ്ണത്തിലും നല്ല ഡാർക്ക് റെഡ് കളേഴ്സാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ത്രെഡ് എടുത്ത് ഫസ്റ്റത്തെ ഹോളിലെടുത്തു, സെക്കൻഡിലിട്ടു. ഇത് ഒരിത്തിരി കൺഫ്യൂസിങ് ആണ്, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ അപ്പ് എടുത്തു, പിന്നെ നേരെ നമ്മുടെ സെക്കൻഡ് ഡോട്ടിൽക്കാണ് ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഡൗണിൽക്കാണ് ഇടുന്നത്. പിന്നെ വീണ്ടും മേലേൽക്കിടും, അപ്പിൽക്കിടും. അത് വീണ്ടും തൊട്ടടുത്തുള്ള അടുത്ത ഹോള്, അങ്ങനെ റിപ്പീറ്റ് ചെയ്താണ് നമ്മൾ ഈ ഹാർട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതാ അവസാനം ഇതേപോലെ ഹാർട്ട് കിട്ടും. ഇനി ലാസ്റ്റ് നമ്മൾ ഒരു ഡബിൾ കെട്ടിട്ട് ഇനി അടുത്തതിൽ നമ്മൾ ക്രിസ് ക്രോസ് പോലെയാണ്. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് കൂടി ഹോളിൽ എടുത്ത് സൂചി എടുത്ത് ഡിഫറെൻറ്റ് സൈഡിൽ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇത് ഞാൻ ഡബിൾ കളേർഡ് ത്രെഡ് എടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതും ലാസ്റ്റ് ഡബിൾ ത്രെഡ് കെട്ടിട്ടിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണത്. ഇനി ഞാൻ എന്ത് ചെയ്ത് എല്ലാത്തിനും നല്ല ഡാർക്ക് കളറിൽ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഔട്ട്ലൈൻസ് ഒക്കെ കൊടുത്തു. ഇനി നമ്മൾ എഴുതാൻ പോകുന്നതാണ്. മേലെ നമ്മുടെ പ്ലേലിസ്റ്റ് ഇന്ന പ്ലേ എന്നാണ് വരുന്നത്, ഇന്ന ട്രാക്കാണെന്ന് എഴുതി. സെയിം തന്നെ താഴ്ത്തും നമ്മൾ അത് എഴുതി, ആരാണ് അത് പാടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒരു ലൈൻ കൊടുക്കും, എന്തോരം നമ്മുടെ ട്രാക്ക് എത്തി എന്നുള്ളത്, അതിൻ്റെ ടൈം, എത്ര മിനിറ്റ്സ് ഉള്ള സോങ് ആണ്, എത്ര സെക്കൻഡായി അത് പ്ലേ ചെയ്യുന്നത്. ഇനി ഏറ്റവും അവസാനം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷഫിളിൻ്റെ ഒരു സൈന്, പ്ലേ സൈന്, പിന്നെ പ്രീവിയസ്, അങ്ങനത്തെ ബട്ടൺസൊക്കെ നമ്മൾ ജസ്റ്റ് നമ്മൾ പ്ലേലിസ്റ്റിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ അതേപോലെ വരച്ചെടുത്താൽ മതി. ഏറ്റവും അവസാനമാണ് നമുക്ക് ആ ബാർകോഡ് വരക്കേണ്ടത്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ ഞാൻ രണ്ടിലും ഒരേപോലെ തന്നെ ഒരെണ്ണം ബിലീവർ സോങ്ങും ഒരെണ്ണം ടൈറ്റാനിക്കുമാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ എടുത്ത് അതിൽ കാണുന്നത്. ഇനി നമ്മൾ സിസ്റ്റം തുറന്നിട്ട് അതിൽ സ്പോട്ടിഫൈ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. അതിൽ ഫസ്റ്റ് ഗ്രീനിൽ വന്നേക്കുന്ന അത് ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബട്ടണിൽ നമുക്ക് വേണ്ട ഫയൽ ടൈപ്പ് ചെയ്യാം. അതിൻ്റെ താഴത്ത് നമുക്ക് കോപ്പി ചെയ്യാം അതിൻ്റെ ലിങ്ക്. ഇനി അടുത്തത് സ്പോട്ടിഫൈ കോഡ്സ് എന്ന് എടുക്കുക. ആ കോഡിൻ്റെ അവിടെ നമ്മൾ എടുത്തിട്ട് പുതിയ കോഡ് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ താഴത്ത് നമ്മൾ എഗ്രി ചെയ്യാനായിട്ട് ഏറ്റവും അടിയിലേക്ക് പോയിട്ട് കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പേജ് വരും. നമുക്ക് വേണ്ട ബാർകോഡ് റെഡിയായി. അത് നമ്മൊരു A4 ഷീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പർ വെച്ചിട്ട് ഇതേപോലെ അതേ പോയിൻറ്റിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് എടുക്കണം, എന്നാലേ ഇത് പ്ലേ ആവുള്ളൂ. ആ സ്പോട്ടിഫൈയുടെ ബാർകോഡും സ്പോട്ടിഫൈയുടെ സൈനും കൂടി നമുക്കതിൽ വേണം, മസ്റ്റാണേ. ഇനി ഞാൻ അടുത്ത പാട്ട് കൊടുത്തു, ബിലീവർ. അതും ഇതേപോലെ സൈഡിൽ വന്നു, അതിൻ്റെ അടുത്തുള്ള 3 ബട്ടണിൽ ക്ലിക്ക് ചെയ്തു, ഷെയർ ചെയ്തു, ആ കോപ്പി ചെയ്തു അതിൻ്റെ ലിങ്ക്. വീണ്ടും ഞാൻ സ്പോട്ടിഫൈയുടെ കോഡ് സെക്ഷൻ കോപ്പി ചെയ്തു. ഇങ്ങനെ ബാർകോഡ് അടുത്തതും വന്നു, അതും ഞാൻ ട്രേസ് ചെയ്തു, സൈൻ ഉൾപ്പെടെ ഞാൻ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇത് ചെറിയ പീസിൽ കട്ട് ചെയ്തിട്ട് നമ്മുടെ കാർഡിൽ സ്റ്റിക്ക് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഡ്യൂട്ടി. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് കംപ്ലീറ്റായി കാണുന്നതിൽ. ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്യണ്ടേ, വർക്ക് ചെയ്യുമെന്നുള്ളത് അറിയാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പോട്ടിഫൈയുടെ ആപ്പ് എടുക്കുക. അതിൻ്റെ മേലിൽ തന്നെ സെർച്ചിൻ്റെ അവിടെ കാണുന്ന ക്യാമറ ബട്ടൺ കൊടുക്കുക. ഈ പാട്ട് കണ്ടോ. ഇനി അടുത്ത ടൈറ്റാനിക് കൊടുത്തു, സെറ്റായി. അപ്പം നമ്മുടെ കാർഡൊക്കെ സെറ്റാണ്. പാട്ട് കാണിച്ചാൽ തന്നെ പ്ലേ ആയിക്കോളും. അപ്പോൾ സ്കൂളിലും എല്ലായിടത്തും കൊണ്ടുപോയിട്ട് സ്റ്റാർ ആയിക്കോട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക് യു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.